എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്രാവ് കറി വയ്ക്കാൻ പോവാണ് കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാലൂസിൻ്റെ സർജറി കഴിഞ്ഞ് ഇപ്പോൾ ഇന്നേക്ക് 11 ദിവസം കഴിഞ്ഞ് 10 ദിവസം 11 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഈ സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഈ സ്രാവ് കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ സ്രാവ് കറി നമ്മൾ വെച്ചിട്ടൊന്നുമില്ല, ഞാനൊന്നും നമ്മളല്ല, ഞാനാണ് വെക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അറിയണ പോലെ വെച്ച് കൊടുക്കാൻ വെച്ചിട്ടാണ്. സ്റ്റിച്ചിന് ഇപ്പോൾ ഇനി ഇത് കഴിക്കാണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം വേണ്ട, അപ്പോൾ ഉണങ്ങണമെങ്കിൽ ഉണങ്ങിക്കോട്ടെ, പെട്ടെന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഉണക്കം ഇപ്പോൾ ഈ വർഷകാലമായ കാരണം കൊണ്ട് കുറച്ച് കുറവാണ്, എന്നാലും ഉണങ്ങി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭയങ്കര മഴയില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, നല്ല വേദനയുണ്ട്. അപ്പോൾ ഈ സ്രാവ് കറി ഒന്ന് വെച്ച് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വറ്റിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ വറ്റിച്ച് കറക്റ്റ് വെക്കാതെ എനിക്ക് അറിയില്ല, എന്നാലും അവളെ അടുപ്പിക്കില്ലാണ്, അവളവിടെ കിടക്കാണ്. അപ്പോൾ ഞാനാണ് ഇന്ന് കുക്കിംഗ് ഒറ്റയ്ക്കിട്ടാ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സംഭവം ഇതിൽ റെഡി ആവില്ല എന്ന് നമുക്കറിയില്ല, എന്നാലും നമ്മളിന്ന് വെച്ച് നോക്കണം. കാരണം നമ്മൾ മുന്നേ ഇപ്പോൾ മിനിഞ്ഞാന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസം പടം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര കുഴപ്പമില്ല എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് അത്ര ചെയ്യുമ്പോൾ തോന്നിയില്ല. എന്നാലും ഇപ്പോൾ വയ്ക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ സ്രാവ് കറി വെച്ചാലോ, അപ്പോൾ നമുക്ക് അതിലുള്ള സാധനങ്ങളൊക്കെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇത്ര സാധനങ്ങൾ, കാരണം വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംബന്ധിച്ച പോലെ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും കുറവുണ്ടോ കൂട്ടണോ നമുക്കറിയില്ല, നമുക്കറിയണ പോലെയാണ്. പിന്നെ ഷാലൂസിനോട് ഞാൻ ചോദിച്ചു, പിന്നെ എനിക്കറിയണ പോലെയൊക്കെ സെറ്റാക്കി. അപ്പോൾ സ്രാവ് നമ്മൾ ഇവിടുത്തെ കടയിലൊക്കെ നോക്കി, പക്ഷേ ഇവിടുത്തെ കടയിലാണ് പോരാ. അപ്പോൾ ഞാൻ ശക്തൻ മാർക്കറ്റിൽ പോയപ്പോൾ അടിപൊളി സ്രാവുകളുണ്ട്. നമ്മൾ പീസാക്കിയാണ് വാങ്ങിയത്. വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, 1 കിലോ 2 കിലോ ഒക്കെ. പക്ഷേ നമ്മൾ പീസാക്കിയതാണ് വാങ്ങിയത്. നമ്മളൊരു 1/2 കിലോയാണ് വാങ്ങിയിട്ടോ. അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഇനിയും ഇടയ്ക്ക് വെക്കാമല്ലോ. അപ്പോൾ സ്രാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒരു 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുടപ്പുളി ഒരു 2 പീസ് എടുത്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾ മിനിഞ്ഞാന്ന് വെച്ചപ്പോൾ പുളി കൂടി 4 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3-4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ നമ്മുടെ ചുവന്നുള്ളിട്ടാണ്. ചുവന്നുള്ളി എന്താ സംഭവിച്ചാൽ കാച്ചാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനം സെറ്റാക്കിന് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഷവ്മിയാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ ഇത് നമുക്ക് കത്തിച്ച് ഇത് നമുക്ക് ചട്ടി വയ്ക്കാം കേട്ടോ. നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്, അതിന് ചട്ടി വയ്ക്കാം കേട്ടോ നമുക്ക്. ചട്ടി ഞാനിവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നമ്മൾ അതൊന്നും കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ. അതിന് ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു കാര്യം പറയാം. ഇതാണ് നമ്മുടെ അടക്കളയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിങ്ങനെയല്ല, ഇതിന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. എന്നോട് പറ്റാവുന്നതിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അവിടെ ഈ അടക്കളയ്ക്ക് നമ്മൾ ഈ ഡിസ്ചാർജായി വരുന്ന സമയത്ത് ഇവിടെ ഈ കുടപ്പുളിയിൽ, ഇപ്പോൾ ഈ കണ്ട കുടപ്പുളിയിലെ വലിയൊരു മരം നിൽക്കുന്നുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത്. അപ്പോൾ ആ മരം ഈ അടക്കളയ്ക്ക് വീണ്, അപ്പോൾ കുറച്ച് ചോർച്ചയും കാര്യങ്ങളും ആകെ തകർന്ന് കിടക്കണം. അപ്പോൾ മഴ മാറാണ്ട് റെഡിയാക്കാനും പറ്റില്ല. അപ്പോൾ ഹൗസ് ഓണറൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാ, പക്ഷെ മഴ മാറാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ റെഡിയാക്കാവുന്ന കേസുള്ളൂ. പിന്നെ ഇത് ഷാലൂസിന് കുളിക്കാനുള്ള വെള്ളം. അപ്പോൾ ഇപ്പോൾ ഒരു സമയം ഒരു 7:30-7:45 അപ്പോൾ ഇന്ന് ഈ കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം. പിന്നെ മറ്റേ മിന്നൂസിന് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണം. അപ്പോൾ ഇത് ഷാലൂസിന് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പഴം പുഴുങ്ങിയിട്ടായിരുന്നു, ഇഡ്ഡലിയും ഒരു പഴം പുഴുങ്ങി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി തുടങ്ങിയിട്ടാ. അപ്പോൾ വൃത്തി ഇപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഷാലൂസ് ആകുമ്പോൾ ഇത്തിരി കൂടി നന്നായി ആക്കും. നമ്മളതുകൊണ്ട് പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടക്കള കേട്ടോ. അപ്പോൾ ചട്ടി നമ്മുടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ. അപ്പോൾ അങ്ങനെ ഈ ചട്ടി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണയില്ല, വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞാൽ അത് എണ്ണ ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ചൂട് ഇത്തിരി കൂടിയോന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സബോള അങ്ങോട്ട് ഇടാം. നമുക്ക് ഈ സബോള അങ്ങോട്ട് വാരി അതിലേക്ക് ഇടാം, കാരണം വീഡിയോ പിടിച്ചാൽ ആരുമില്ല, അത് കാരണം സബോള നമുക്ക് 3 സബോളയാണ് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. സബോളയൊക്കെ മതിയാവുമെന്ന് വിചാരിക്കുന്നു. നോക്കി നോക്കാം, എന്തായാലും ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ.
സബോളയൊക്കെ സെറ്റാക്കിണ്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന പലരും പല അഭിപ്രായങ്ങളും പറയും. അതെന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഞാനങ്ങനെ കുക്ക് ചെയ്യണ ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ സ്രാവ് കറി നമ്മൾ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ആവില്ല വയ്ക്കുക, വേറെ രീതിയിലാവും വയ്ക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റായി രേഖപ്പെടുത്തി കേട്ടോ. കാരണം വേറെ ഒന്നല്ല, ഇനി വയ്ക്കോളാണ്. എനിക്ക് ആ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി എഴുതിയോളാം. ചീത്ത മാത്രം പറയാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ വയ്ക്കാമെന്ന് പറയാണ്ട് എന്തിട്ടാലും കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാതിരി സെറ്റ് പറഞ്ഞ് എഴുതി അയച്ചോളൂ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാനത് നോക്കിയിട്ട് എനിക്ക് അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ അത് ആഡ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ അതുമാതിരി വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ എന്നും സ്രാവിക്കണം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്രാവ് കറി വയ്ക്കുന്നത്. അത് മിഞ്ഞാന്ന് വെച്ചു, ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ വയ്ക്കുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാനല്ല, എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. കാരണം ഇനി കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. കാരണം ശാലൂഷൻ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മരുന്നുകളും കാര്യങ്ങളും ചെയ്യാറായി തുടങ്ങിയില്ല. അപ്പോൾ സ്റ്റിച്ച് ഒന്ന് നന്നായി ഉണങ്ങട്ടെ ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് സ്റ്റിച്ച് ഉണക്കലാണ് നമ്മുടെ ഇത്. സ്റ്റിച്ച് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മഴ പെയ്യണ കാലം ഇത്തിരി സ്ലോ ആണ്. നമുക്കിതൊന്ന് വാടി വരട്ടെ കേട്ടോ. ബാക്കിയുള്ള സാധനം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബോള അങ്ങോട്ട് പകുതി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇളം റെഡൊക്കെ ആയെങ്കിൽ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചമുളക് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ട് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ നമുക്ക് വെളുത്തുള്ളി കൂടി ഇടാട്ടോ. അതിന് വെളുത്തുള്ളി കൂടെ പെടന്നെ പെട. അതായി ഇതൊന്ന് വഴങ്ങി വരട്ടെ. അങ്ങനെ വാടി വരട്ടെ. അതാണ് ഉദ്ദേശിച്ച്. നമുക്കിനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി കൂടി കിടക്കട്ടെ. അതിൻ്റെ ഒരു കുറവാണ്. അങ്ങനെ തക്കാളി കൂടി പിടക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് വാടട്ടെ കേട്ടോ. തക്കാളി കൂടി ഒന്ന് വാടി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേപ്പിന് കൂടി ഇട്ട് കൊടുക്കാം. വേപ്പിന് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുളകും പൊടി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ. കുറച്ച് വേപ്പിന് കൂടി സെറ്റാക്കി കൊടുക്കാം കേട്ടോ. വേപ്പിലേക്ക് കുറവേണ്ട, അപ്പം അതുകൊണ്ടാണ് കിട്ടുക. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് ആവാറായിട്ടാ. എന്നാൽ എല്ലാവരും കൊണ്ട് ആഡ് ചെയ്ത് സെറ്റാക്കിട്ടാ. ഒന്ന് വാടിയിട്ട് എല്ലാം കൂടി നന്നായി വഴങ്ങി വാടിയിട്ടാ. എല്ലാം കൂടി സെറ്റാണ്. ശേഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ആവട്ടെ. ഈ വാടാത്തൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മതിയാവുമെന്ന് വിചാരിക്കും. 2 സ്പൂൺ ഇട്ടുണ്ട്. എന്താ വേണ്ട, നമുക്ക് കറക്റ്റ് കിളവല്ലേ ഉദ്ദേശം പടക്കണം കേട്ടോ. ഇതൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടി സെറ്റാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. മതി, അത് ഇത്ര മതി. മഞ്ഞപ്പൊടി ഇത്ര മതി. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി അവസാന ഘട്ടത്തിലേക്ക് ആവാറായിട്ടാ. എന്താ
കഴിക്കാൻ പറ്റാവോ? 2 സുപ്പാട് വെച്ചപ്പോൾ കഴിച്ചു. എന്ത് രക്ഷയില്ല. ഞാൻ തന്നെ പാചകം ചെയ്ത് കഴിക്കാതെ പറ്റുള്ളൂ, വേറെ സെറ്റപ്പൊന്നും ഇല്ല. പിന്നെ നമ്മുടെ രാജേച്ചി കൊണ്ടുവരും കേട്ടോ, സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചാറ് കറിയൊക്കെ കൊണ്ടുവരും കേട്ടോ. അത് വേറെ നമ്മളിത് വെച്ചാലും ആൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ, അത് പറയാലോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കുറവെള്ളം വരുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറവെള്ളം മതി. നമുക്കിനി കുറച്ച് വെള്ളം പോയിട്ട് കൊടുത്താലോ? വെള്ളം പൊടി ഒരു കൂടാവാം, 20 കഴിക്കാൻ പാടില്ല. അത് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. അത്ര മതി, 2 സ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ മതി. അങ്ങനെയുള്ള കാരണം 20 കഴിക്കാൻ പാടില്ല. 20 കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, സ്റ്റിച്ച് പൊഴുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ, ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വഴക്കി കൊടുക്കാം. ചിലപ്പിനെ കരിച്ചിരി വന്നാലും ആകെ വഴങ്ങിയുണ്ട്, വാടിയെല്ലാം സെറ്റാണ്. സംഭവം മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മണക്കിട്ട് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. ഇനി മണം കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമുക്ക് ഇനി കുറച്ച് വെള്ളം ആയിട്ട് തോന്നാം കേട്ടോ. നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഗൈസ്. അത് ഭംഗിയിലാവില്ല, വെള്ളം പൊടി മല്ലിപ്പൊടി ഈ വെള്ളത്തോടെ തന്നെ കരുന്ന് ഭംഗിയിലാക്കാം. അങ്ങനെ നമ്മുടെ സ്രാവ് കുട്ടന്മാരിവിടെ എടുക്കുന്നുണ്ട് പീസായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് വാരിയിടാം. ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഓരോ കഷ്ണം അവിടേക്ക് ഇവിടേക്ക് ആയിട്ട് നമ്മളിട്ടാണ്. അങ്ങനെ ഉണക്ക സ്രാവിന് നമ്മുടെ ഇപ്പോൾ ശക്ത മാർക്കറ്റിൽ വില ചോദിച്ചപ്പോൾ 570 രൂപയാണ് കേട്ടോ പറഞ്ഞത്. 1 കിലോന് 570 രൂപ കേട്ടോ ഉണക്ക സ്രാവ്. പിന്നെ ശക്ത മാർക്കറ്റിൽ തന്നെ പോയി വാങ്ങാതിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ വേറെ കടയിൽ നിന്ന് വേണമെങ്കിൽ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ കടയിലൊക്കെ ഇതിന് ലോക്കൽ വരുന്നുണ്ട്, നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ കണ്ടാണ്. പിന്നെ ഞാൻ വാങ്ങിയൊരു വട്ടം, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഈ ലോക്കൽ കടയിൽ നിന്നാണ്. വില കൂടുതലും പൊട്ട സ്രാവാണ് കേട്ടോ. അപ്പോൾ വാങ്ങുന്ന ആൾക്കാർ ശക്ത മാർക്കറ്റിൽ വാങ്ങാം. നമുക്ക് കുറച്ച് ഇനി കുടപ്പുളി ഇട്ട് കൊടുക്കാറുണ്ട്. വേണ്ട 2 പീസ് ഇറങ്ങും കേട്ടോ കുടപ്പുളി, എന്നാലേ പുളി കൂടി. പിന്നെ നമ്മുടെ ഒരു കതിരി വേപ്പിൻ്റെ ഇല ഇവിടെ എടുക്കുന്നുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കിടക്കട്ടെ. മറ്റു വേപ്പിൻ്റെ ഇല നമ്മൾ ഇട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കറി തിളച്ച് തുടങ്ങി ഗൈസ്. നേരാ നമ്മുടെ കറി ബെസ്റ്റായി തിളക്കിണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച് മറയുന്നു കറി. നമ്മുടെ ബ്രാലൊക്കെ ഏത് വഴിക്ക് ബ്രാലി വളർത്തണ ബ്രാലിൻ്റെ കേസ് ഓർമ്മ വരാം. അയ്യോ സ്രാവ് കേട്ടാ, സോറി. നമ്മുടെ സ്രാവൊക്കെ അണ്ടിട്ടായില്ലേ, ഞാൻ ചൊക്കെ ഉടഞ്ഞു പോയി. സംഭവമുണ്ട്, ബ്രാലിൻ്റെ ഓർമ്മയാണ്. ബ്രാലിനെ വളർത്തണ കാരണം സ്രാവ് കറി നമ്മൾ എത്തിണ്ട്. സ്രാവ് കറി എന്ത് കറിയാവുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ സ്രാവ് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. റെഡി ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ണമൊക്കെ വെന്തുണ്ട് കേട്ടോ. ഞാൻ നോക്കിയതാണ്, അപ്പോൾ വെന്ത് സെറ്റായിട്ടുണ്ട്. സംഭവം വേറൊരാൾ വീഡിയോ പിടിക്കാൻ ഇപ്പം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച് കാണിച്ചു തന്നെ. അപ്പോൾ വെന്തുണ്ട്. നമുക്കിനി ഇത് കാച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി കാച്ചാം അല്ലേ.
നമ്മുടെ സ്രാവ് കറി ഇവിടെ തിളക്കുന്നുണ്ട്. നമുക്കിവിടെ കാച്ചാനുള്ള ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ കേട്ടോ. തീയൊന്ന് കുറച്ച് വയ്ക്കാം. അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഉള്ളിടാം. അപ്പോൾ ഉള്ളിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി ഇന്നമാതിരി ഇളക്കാം. അങ്ങനെ ഉള്ളി ബെസ്റ്റായത് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല മണക്കം വന്ന് തുടങ്ങിയിട്ട്. ഇപ്പോൾ തീയ സ്വല്പം കൂട്ടി വെച്ചിരുന്നു പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട്. സമയമില്ല, കാരണം മിന്നൂസിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടി സ്കൂളിൽ പോണേ. ലേശം കുറച്ചൊക്കെയാണ് കരിയും ചിലപ്പോൾ. അപ്പോൾ ഗേസ് ഞാനങ്ങനെ സ്റ്റിക്കും വെച്ചു. ഞാനിത് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിലൊക്കെ മൊബൈലിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോവും. അപ്പോൾ നമുക്കിത് ചോദിക്കാടാ. വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല മണമൊക്കെ ആയിട്ട് കേട്ടോ. നല്ല മണം. ഇനി കഴിക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ലേശം കൂടി ചാറ് വെച്ചൊന്നും വെച്ചിട്ടില്ല. ഇളക്കി കൊടുക്കാം കേട്ടോ. ആഹാ മണക്കിണ്ടാ മണക്കിണ്ട്. സ്രാവ് പറഞ്ഞാൽ നേരത്തെ ടേസ്റ്റ് വയ്ക്കണോ, നേരത്തെ സ്റ്റിക്ക് വെക്കാൻ പറ്റാന്നില്ല. കൊണ്ടാ വെന്തു വെന്തു വെന്തുണ്ട് കേട്ടാ. ഓക്കെ സെറ്റ് കേട്ടാ. നമ്മുടെ സ്രാവ് കറിക്ക് റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെറ്റായി. ഇതാണ് നമ്മുടെ സ്രാവ് കറി. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്രാവ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ വെളിച്ചത്തിൽ കുറവാണ് കേട്ടോ. അപ്പോൾ സ്രാവ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, ഇനി കുളിച്ച് സെറ്റായിട്ട് വേണം നമ്മുടെ മിന്നൂസിൻ്റെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ. പിന്നെ ഷാലൂസിനെ സെറ്റാക്കണം. ഷാലൂസിന് ചായ കൊടുത്തു, ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞു. ഇനി ചോറൊക്കെ വിളമ്പി വെച്ച് ആൾ കൊടുത്ത്, പിന്നെ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത്, വെള്ളമൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. അതായത് നമ്മുടെ സ്രാവ് കറി ഇരിക്കുന്നത് ഞങ്ങളുടെ ഈ കൊച്ചു വീട്ടിലത്തെ വിശേഷങ്ങളുമായി ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയൊരു വിശേഷങ്ങളായിട്ട് ഇനി വരാം കേട്ടോ. ശരി.